വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ISL പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് മത്സരം സമനിലയിലാണ് കലാശിച്ചത്. ഈ നാളെ നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ്. നാളെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഒഡീഷ FC-ക്കെതിരാണ്. ഹെവി മത്സരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റേത്. ഒഡീഷ FC-യുടെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പിലേക്ക് ഒരു അൺബീറ്റൻ നടത്തിയിട്ടാണ് വരുന്നത്. ഫൈനലിൽ മാത്രമാണ് തോൽവി അറിഞ്ഞത് ഒഡീഷ FC. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ISL ടേബിൾ ടോപ്പേഴ്സ് ആണെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള പെപ്പർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പെപ്പർക്ക് പകരക്കാരനായിട്ട് ജസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ടയെ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പഞ്ചാബ് FC കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാസാഗർ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് FC സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതുപോലെ തന്നെ ലൂണയുടെ ഇഞ്ചറി, ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ ഇഞ്ചറി ഉണ്ട്. ഇതിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഫെഡറോ എന്ന് പറയുന്ന താരം ലൂണിക്ക് പകരക്കാരനായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു താരമാണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ വന്നിട്ടുണ്ട്. നല്ലൊരു താരമാണ്. പെപ്പറെ പോലെ തന്നെ നല്ലൊരു താരമാണ് ജസ്റ്റിനും. ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആകെയുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. ഏതായാലും നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഏത് രീതിയിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നാളത്തെ മത്സരം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്നെന്തായാലും ഗോവ ഹൈദരാബാദ് മത്സരമാണ്. ഇന്ന് ഗോവയ്ക്ക് വിജയിക്കാൻ സാധിച്ചാൽ ടേബിൾ 1-ാം സ്ഥാനം ISL ടേബിൾ ടോപ്പേഴ്സ് ആകാൻ ഗോവയ്ക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ISL ഒരു കുതിപ്പ് തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ഈ ഈസ്റ്റ് ബംഗാൾ. സൂപ്പർ കപ്പൊക്കെ അടിച്ചുകൊണ്ട് അവരുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടാണ് അവർ മടങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും ഈസ്റ്റ് ബംഗാളിൻ്റേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റു വീഡിയോ വ്യത്യസ്തം കണ്ടുകൂട്ടാം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിച്ചിട്ട് കളിക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.